ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തിയ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജില്ലാ കളക്ടറുടെ നടപടിയാണ് അംഗീകരിച്ചത്. ഹൈറിച്ച് ഉടമകളുടെ 200 കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. വിവരങ്ങളുമായി മനോജ് ചിരികയാണ്. മനോജ്, കൂടുതൽ വിവരങ്ങൾ. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ താൽക്കാലികമായി പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തണമെന്ന തൃശൂർ ജില്ലാ കളക്ടറുടെ ഒരു നടപടി തേർഡ് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. ഇതോടെ ഹൈറിച്ചിന്റെയും ഹൈറിച്ച് മുതലാളിമാരുടെയും സ്വത്തുകൾ ജില്ലാ കളക്ടറുടെ കൈവശത്തിലാകും. ഏകദേശം 200 കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കുക. ഈ തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ടാകുന്നത് തടയാനാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ഹൈറിച്ച് ഉടമകൾ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ കോടതി ഇത് മണിച്ചൻ തട്ടിപ്പാണെന്ന് സ്ഥിരീകരിച്ചതോടെ CBIക്ക് മുന്നിൽ കൂടുതൽ പരാതിക്കാർ എത്തുകയായിരുന്നു. ഈ തൃശൂർ ജില്ലാ കളക്ടറുടെ സമയബന്ധിതമായിട്ടുള്ള ഇടപെടലാണ് ഈ ബഡ്ജറ്റ് ആക്ട് അനുസരിച്ച് പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറും നടത്തുന്നതിൽ വിജയിച്ചു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് പരാതിയുമായി രംഗത്ത് വന്നിരുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസിന്റെ മറവിൽ 1600 കോടിയിലേറെ രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് ശേഖരിച്ച് ഹൈറിച്ച് ഉടമകൾ OTT പ്ലാറ്റ്ഫോമിന്റെ പേരിലും ഇടപാട് നടത്തിയതായാണ് ED ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നത്. ഓഹരി വാഗ്ദാനം ചെയ്ത ഒരാളിൽ നിന്ന് 5 ലക്ഷം വീതം 200-ലേറെ പേരിൽ നിന്ന് പണം പിരിച്ചതായും കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 12 ലക്ഷത്തിലേറെ വരിക്കാരുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. എന്തായാലും ഈ ശ്രീനയുടെയും അതുപോലെ തന്നെ പ്രതാപന്റെയും ഈ ഹൈറിച്ച് ഉടമകളുടെ വീട്ടിലൊക്കെ ED ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിരുന്നു. ഇവർ ഒളിവിലായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ CBIക്ക് കേസിൽ കൈമാറുന്നത്. CBI അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.